പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഗ്രാമീണ വഴിയാണിത്. ഈ വഴിയിലൂടെ സഞ്ചരിച്ചാണ് നമ്മൾ നമ്മുടെ കൃഷിസ്ഥലത്തേക്കും മറ്റുമെല്ലാം പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ കുറച്ച് റബ്ബർ മരങ്ങളുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ഗ്രാസ് കട്ടർ മെഷീനുമായിട്ട് വന്ന് ഇവിടെ പുല്ല് വെട്ടിയ സ്ഥലങ്ങൾ ഒരു വീഡിയോയിൽ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിരുന്നതാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് സൂര്യപ്രകാശത്തിലുള്ള കുറച്ച് നല്ല ഭംഗിയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റബ്ബർ തോട്ടം. ഇത് കുക്കുംബറൊക്കെ നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ റബ്ബർ തോട്ടം. ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ. നമ്മൾ അതിന് കാടൊക്കെ എടുത്തിട്ട് വളം ഇട്ട് ഒരു വർഷമായ റബ്ബറിന്. നിങ്ങളുടെ നാട്ടിലൊക്കെ ധാരാളം റബ്ബർ ഉണ്ടോ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് റബ്ബർ ഉണ്ടോ? ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്ത് വളമാണ് നിങ്ങൾ ഇട്ടത് എന്നും കൂടി പറഞ്ഞാൽ. ജൈവവളം ചെയ്യാറുണ്ടോ അതല്ല രാസവളം മാത്രമാണോ നിങ്ങളുടെ ചോയ്സ്? ഇത്യാദി കാര്യങ്ങളും കൂടെ അറിഞ്ഞാൽ രസമാണ്. ഇത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള പുരയിടവ. ഇതാണ് നമ്മുടേത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇനി ഞാൻ കാണിക്കുന്നത് ഒരു മലയാണ്. ഞങ്ങൾ വടക്കേ മല എന്ന് പറയുന്ന ഒരു മലയാണ്. ഈ വടക്കേ മല ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ ധാരാളമായിട്ട് പോവുകയും അവിടെ നിന്ന് അമ്പഴങ്ങ, മൂട്ടിപ്പഴം, അതുപോലെ തന്നെ കാട്ടുമാങ്ങ, തുടലിപ്പഴം, പിന്നെ അങ്ങനെ ഒത്തിരി വന്യമായി കിട്ടുന്ന പഴങ്ങളൊക്കെ പറിച്ച് ആസ്വദിക്കുകയും ആനയും കരടിയൊക്കെ കണ്ട് ഞങ്ങൾ ഓടുകയും ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോഴും വല്ലപ്പോഴൊക്കെ പോയി. എൻ്റെ തിരുഹൃദയ ചുംബനം എന്ന് പറയുന്നൊരു നോവലുണ്ട് എനിക്ക്. എൻ്റെ ആദ്യത്തെ നോവലാണ്. അതിനകത്ത് നെടുങ്ങല്ലൂർ പച്ച എന്ന് പറയുന്നൊരു നിത്യഹരിത വനത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഈ വനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നെടുങ്ങല്ലൂർ പച്ച ഇപ്പോൾ ഈ വനം അവിടെ ഇപ്പോൾ കോട ഇറങ്ങിയിട്ടൊക്കെയാണ്. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. ഏതാണ്ട് ഈ ഭാഗത്താണ് നെടുങ്ങല്ലൂർ പച്ച വരുന്നത്. ഇതിങ്ങോട്ട് വന്നിട്ട് ഇവിടെ വെള്ളിമല എന്നൊക്കെ പറയും, കറവൂർ വനമേഖലയുടെയൊക്കെ. ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് അപ്പുറം, ഇപ്പം ഈ കാണുന്ന ഈ ദൃശ്യത്തിൻ്റെ തൊട്ടപ്പുറം ഒരു എയർ ഡിസ്റ്റൻസ് ഒരു 4-5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അച്ചൻകോവിൽ വനമേഖലയാണ്. അപ്പോൾ അങ്ങനെ അതീവ ഹൃദ്യമായ ഇതാണ്. ഇത് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്ന വഴികളാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ധാരാളം നിങ്ങൾക്ക് കാണാം. ഞാൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വീഡിയോ എടുക്കാനൊന്നും അത്ര പ്രഗത്ഭനല്ല. പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. ഇതാണ് നമ്മുടെ ചെറിയ റബ്ബർ തോട്ടം. ഈ താഴത്തതും ആ വാഴ ഇതൊക്കെ നമ്മുടേതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്നേഹപൂർവ്വം നിങ്ങളുടെ മോഹൻദാസ്.